ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കണ്ണിൽ ലെൻസ് വെക്കാമെന്നാണ്. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ വെഡിങ് മേക്കപ്പിന് പോകുന്ന സമയത്താണെങ്കിലും ഒരുപാട് പേർക്ക് പേടിയാണ് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും ഒരുപാട് പേര് വെഡിങ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിക്കും എങ്ങനെയോ റിമൂവ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഈസി ആയിട്ട് നമുക്ക് ലെൻസ് വെക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണെന്നുള്ളൊരു കുട്ടി വീഡിയോ ആണിന്ന്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ടൈമാണ് ലെൻസ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റത്തെ ഡൗട്ട് ഇതായിരിക്കും, നമ്മൾ ഏത് ഷെയ്ഡായിരിക്കും നമ്മുടെ ഫേസിന് ഭംഗി ഉണ്ടാവുക, ഏത് ഷെയ്ഡായിരിക്കും എനിക്ക് രസം ഉണ്ടാവുക. കാരണം നമ്മളൊരു ലെൻസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഷെയ്ഡായിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. അപ്പം അതിൽ നമ്മുടെ ഫേസിന് ചേരുന്ന രീതിക്കുള്ളതാണ് നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കാൻ പഠിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നതാണെങ്കിൽ നമുക്കൊരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ല ഒരു മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഹേസൽ, ഹണി അങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുക്കുന്നതായിരിക്കും, ഒരു ബ്രൗൺ ടച്ച് വരുന്നൊരു ഷെയ്ഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പം എനിക്ക് പറയുന്നതാണെങ്കിൽ എനിക്കിങ്ങനെ കണ്ണിലിട്ടാൽ ഇങ്ങനെ എടുത്ത് കാണുന്നൊരു അങ്ങനത്തെ ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു മിസ്റ്റി ഗ്രേ അങ്ങനത്തെ ഒരു ഷെയ്ഡിലേക്കാണ് ഞാൻ എപ്പോഴും കിടക്കല്. അതായത് കണ്ണിൽ വെച്ചോന്നും അറിയൂല, പക്ഷെ കണ്ണൊന്ന് പ്രൊജക്റ്റായി നിൽക്കുകയും ചെയ്യും. ഞാൻ എപ്പോൾ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എപ്പോൾ നോക്കിയാലും എടുക്കല്. അപ്പം ഞാൻ ഇപ്പോൾ എടുത്തത് മിസ്റ്റി ഗ്രേ ആണ്. നമുക്ക് അതെങ്ങനെ വെക്കും നോക്കാം. നമ്മൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മുടെ പൊടിയോ കാര്യങ്ങളോ ഒന്നും കയ്യിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് നന്നായിട്ട് ലോഷൻ ഒഴിച്ചിട്ട് നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റിമൂവ് ചെയ്യുക. ലോഷനിൽ ഒട്ടും പിശുക്ക് കാണിക്കരുത്, ലോഷൻ നന്നായിട്ട് എടുക്കണം. നമ്മുടെ ഈ കയ്യിൽ ഏറ്റവും അറ്റത്തായിട്ടാണ് ലെൻസ് പിടിക്കേണ്ടത്. ഇപ്പോൾ ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതാണ് ലെൻസ്. എൻ്റെത് അധികം എടുത്ത് കാണാത്തൊരു കളറാണ്. അപ്പം നമുക്കാദ്യം കണ്ണിങ്ങനെ ഒന്ന് പിടിക്കുക താഴേക്ക്. എന്നിട്ട് ഡയറക്റ്റ് കൃഷ്ണമണിയിലേക്ക് വെക്കുന്നവരാണെങ്കിൽ, അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഓക്കെ, നമുക്ക് ഡയറക്റ്റ് കൃഷ്ണമണിയിലേക്ക് വെച്ചാൽ വലിയ ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. ഫസ്റ്റ് ടൈം ഉള്ളവരാണെങ്കിൽ ഡയറക്റ്റ് കൃഷ്ണമണിയിലേക്ക് തന്നെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ചിലപ്പം കൂടാൻ ചാൻസ് ഉണ്ട്, കണ്ണിന്ന് വെള്ളം വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കണ്ണൊന്ന് നല്ലോണം തുറന്ന് പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് നോക്കുക. സൈഡിലേക്ക് നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ ഒന്ന് വിട്ടിട്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി കൊടുക്കുക. അപ്പം വെച്ചിട്ടുണ്ട്. എൻ്റെത് കണ്ണിൽ വെച്ചു ഒന്നും തിരിയുമില്ല. എന്നാൽ ഒന്ന് ഈ കണ്ണും തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെയായിരിക്കും ഉണ്ടാവില്ല. അപ്പം ഇത് റിമൂവ് ചെയ്യേണ്ടതും കൂടി ഞാൻ കാണിക്കാം. ഞാൻ ഇപ്പുറത്തെ കണ്ണിൽ വെക്കുന്നില്ല, ജസ്റ്റ് ഒരു കണ്ണിൽ മാത്രം വെച്ച് കാണിക്കുമെന്ന്. അപ്പം നമ്മളിത് വെച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ണിലേക്ക് ഡയറക്റ്റ് വെള്ളം ഒഴിക്കാൻ പരമാവധി കുറക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ കണ്ണ് തിരുമ്പാനും പാടില്ല. ഈ രണ്ട് കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു 8 മണിക്കൂറിന് ശേഷം നിങ്ങളൊന്ന് റിമൂവ് ചെയ്ത് ലോഷൻ ഒഴിച്ച് ഒന്നും കൂടി റീയൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒന്നും കൂടി അത് ചെയ്യാം. ഇപ്പം ഞാനിത് 1 മന്തിലേക്കുള്ള ഒരു ലെൻസാണ് വാങ്ങിയിനി. നിങ്ങൾക്കിപ്പോൾ 1 ഡേ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് യൂസ് ചെയ്യുക. പരമാവധി നമ്മൾ ലെൻസ് കാർട്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽസ് അങ്ങനെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇങ്ങനെ ഫാൻസി അങ്ങനെ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മളിങ്ങനെ ലെൻസ് കാർട്ടോ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിക്കൽസെന്നോ വാങ്ങുന്നതായിരിക്കും. നമുക്കിത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നോക്കാം. നമ്മൾ നന്നായിട്ട് തുറന്ന് പിടിക്കുക. നമ്മൾ കൈ ഇതുപോലെ റിമൂവ് ചെയ്യുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മൾ നല്ലോണം തുറന്ന് പിടിച്ചിട്ട് ഈ കണ്ണിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് വലിക്കുക താഴേക്ക്. ജസ്റ്റ് പ്രഷറൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഈ വെള്ള ഭാഗത്തേക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ നോർമലായിട്ട് എടുക്കുക. നഖമില്ലവരാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ലോഷൻ നന്നായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകുക. എന്നിട്ട് മാത്രം നമുക്കിപ്പോൾ ലോഷൻ വാങ്ങുമ്പോൾ അതിൻ്റെ അപ്പുറം കേസ് കിട്ടും. അപ്പോൾ ആ കേസിലേക്ക് ഇട്ട് വെക്കുക. കേസിൽ ഓൾറെഡി എനിക്കിപ്പം ലോഷൻ ഉണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ജസ്റ്റ് വാഷ് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുമെന്ന്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതെല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. ഇതിന് ലോഷൻ കിട്ടും, ലോഷൻ വാങ്ങുക, അതിൽ കേസ് ഉണ്ടാവും, അതിന് മാത്രം ഇട്ട് യൂസ് ചെയ്യുക. വെള്ളത്തിലൊന്നും ഇട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ. ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക.